الصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب العلم. ഇൽമുണ്ടായിട്ട് അതനുസരിച്ച് അമൽ ചെയ്തില്ലെങ്കിലുള്ള ഗൗരവം എന്ന വിഷയത്തിലുള്ള ഹദീസുകളാണ് നാം വായിക്കുന്നത്. അതിലടുത്ത ഹദീസ് വൻ അബി ബർസത്ത് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം لا تزول قدما عبد يوم القيامة حتى يسأل عن عمره فيما أفناه وعن علمه فيما فعل فيه وعن ماله من أين اكتسبه وفيما أنفقه وعن جسمه فيما أبلاه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ. ഒരടിമയുടെ കാലുകൾ അത് നീങ്ങുകയില്ല, അതല്ലെങ്കിൽ അവനൊരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല യൗമുൽ ഖിയാമയിൽ. ഹത്താ യുസ്അല അൻ ഉംരിഹി ഫീമ അഫ്നാഹ്. അവന്റെ ആയുസ്, അവൻ എന്തിനാണ് അത് തീർത്തത്, അല്ലെങ്കിൽ ആ ആയുസ് എന്താണ് അവൻ അതിൽ ചെയ്തത് എന്നത് ചോദിക്കപ്പെടാതെ. അതായത് പരലോകത്ത് വിചാരണയുണ്ടാകും, എന്നാൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്ന ആളുകളുണ്ടാകും. അപ്പോൾ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ആ ആളുകൾക്ക്, വിചാരണ ചെയ്യാൻ തെരഞ്ഞെടുത്തിട്ടുള്ള തീരുമാനിച്ചിട്ടുള്ള ആളുകൾ, അതല്ലാതെ തൗഹീദ് തഹ്ഖീഖ് ചെയ്ത ആളുകൾ വിചാരണ ശിക്ഷയെ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുണ്ട്. വിചാരണ ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആളുകൾ അവരോട് ഈ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കാതെ അവർക്കൊരു അടി മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. അതിലൊന്നാമത്തെ കാര്യം, അവന്റെ ആയുസ്, അവന്റെ ജീവിതം അവൻ എന്തിലാണ് ചെലവഴിച്ചത്, എന്താണ് അതിൽ ചെയ്തത്. കാരണം അവനെ സൃഷ്ടിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വലിയൊരു ഹിക്മത്തുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാനും അവിടുത്തെ പിൻപറ്റാനും, അങ്ങനെ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അപ്പൊ എന്താണ് അവൻ ചെയ്തത്? രണ്ടാമത്തേത് വൻ ഇൽമിഹി ഫീമ ഫഅല ഫീഹി. നമ്മുടെ ഭാവുമായി ബന്ധപ്പെട്ടത് ഇതാണ്. അവന്റെ അറിവിനെ കുറിച്ച് ചോദിക്കപ്പെടും, അവൻ അതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളത്. അറിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അറിവുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അവൻ എന്ത് പ്രവർത്തിച്ചു, എന്ത് ചെയ്തു എന്ന് ചോദിക്കപ്പെടാതെ ഒരാൾക്ക് ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് കർമ്മം ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലെയുള്ള ബാധ്യതയാണ്. അറിവ് നേടൽ നമ്മുടെ മേലെ നിർബന്ധവുമാണ്. പിന്നെയുള്ള ചോദ്യം, രണ്ട് ചോദ്യങ്ങൾ സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, സമ്പത്ത് എങ്ങനെയാണ് അവൻ നേടിയത്? അവന്റെ ജീവിത ആവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വരുമാനം, പണം, സമ്പത്ത് ഏത് മാർഗത്തിലൂടെയാണ് നേടിയത്? ഹലാലായ മാർഗമാണോ, അതല്ല ഹറാമാണോ, അല്ലെങ്കിൽ ശുഭത്ത് നിറഞ്ഞതാണോ? ഏത് മാർഗത്തിലൂടെയാണ് അവൻ നേടിയത്? അതുപോലെ തന്നെ അതെങ്ങനെയാണ് ചെലവഴിച്ചത്, അത് എങ്ങനെ ചെലവഴിച്ചു? സമ്പത്ത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ട് മാലുല്ലാഹ്, അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞൊരു കാര്യം. അള്ളാഹുവിന്റെ സമ്പത്ത്, അള്ളാഹുവിന്റെ പണം എന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിന്റെ പണം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പോ ആ സമ്പത്ത് നേടാനുള്ള ഒരു മാർഗവും ചെലവഴിക്കാനുള്ള ഒരു മാർഗമാണ് നമുക്ക് ദുനിയാവിൽ വന്നിട്ടുള്ളത്. അതിൽ അല്ലാഹു തആല നേടാൻ ചില പരിധികൾ വെച്ചിട്ടുണ്ട്, ചെലവഴിക്കാൻ ചില പരിധികൾ വെച്ചിട്ടുണ്ട്. ചെലവഴിക്കാൻ നിർബന്ധമായതുണ്ട്, ഐച്ഛികമായതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമുള്ളതുണ്ട്, ഹറാമായതുണ്ട്. അതുപോലെ നേടുന്നതിൽ നമുക്ക് അനുവദനീയമായ മാർഗങ്ങളുണ്ട്. ഇതിൽ ഏത് രീതിയിലാണ് ചെയ്തത് എന്ന് ചോദിക്കും. അഥവാ അള്ളാഹു അനുവദിച്ചതിലൂടെ മാത്രമാണോ അതല്ലയോ? വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാഹ്. അവന്റെ ശരീരം, ഉദ്ദേശം അവന്റെ ആരോഗ്യം. അവൻ എന്താണ് ആ ആരോഗ്യം കൊണ്ട് ചെയ്തത്? അവന് നൽകിയിട്ടുള്ള ആരോഗ്യവും ശക്തിയും ഖുവ്വത്തും കൊണ്ട് അവൻ എന്ത് ചെയ്തു? അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടുമാണോ പ്രവർത്തിച്ചത്, അതല്ല ഹറാമുകളിൽ മുഴുകാനാണോ പ്രവർത്തിച്ചത്? ഈ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ അവന്റെ ആയുസ്സിനെ കുറിച്ച്, അവന്റെ ഇൽമിനെ കുറിച്ച്, അവന്റെ സമ്പത്തിനെ കുറിച്ച്, അതുപോലെ അവന്റെ ശക്തി, ആരോഗ്യം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാതെ വിചാരണ ചെയ്യപ്പെടാൻ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്കും ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അപ്പോ ഗൗരവമുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇന്ന് അതെങ്ങനെ ഉപയോഗിച്ചു എന്നതിനെ കുറിച്ചിട്ടാണ് നാളെ അല്ലാഹു തആല ചോദ്യം ചെയ്യപ്പെടുക. അതിന് ഉത്തരം പറയാൻ കഴിയുന്ന രീതിയിൽ, നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള രീതിയിൽ നമുക്ക് ഈ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത ഹദീസ് ورواه البيهقي وغير من حديث معاذ بن جبل عن النبي صلى الله عليه وسلم قال ഇതേ ആശയത്തിൽ തന്നെയുള്ള ഹദീസാണ്. ما تزال قدم عبد يوم القيامة حتى يسأل عن 4.
عن عمره فيما أفناه وعن شبابه فيما أبلاه وعن ماله من أين اكتسبه وفيما أنفقه وعن علمه ماذا عمل فيه. നേരത്തെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് വ്യത്യാസമായി വന്നിട്ടുള്ളത് വഅൻ ശബാബിഹി ഫീമാ അബ്ലാഹ്, അവന്റെ യുവത്വം അവൻ എന്തിൽ ചെലവഴിച്ചു എന്നുള്ളത്. കാരണം യുവത്വം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതഘട്ടങ്ങൾ 3, 4, 5 ആയിട്ടുള്ള മക്കൾ തീർക്കാറുണ്ട്. ഒന്ന് വളരെയധികം കുട്ടിയായിരിക്കുന്ന ബാല്യം എന്ന് പറയുന്നത്, പിന്നെ കുറച്ചുകൂടി വലുതായി കൗമാരം, യുവത്വം, മധ്യവയസ്കന്റെ അവസ്ഥ, വാർദ്ധക്യം, പിന്നെ ഏറ്റവും വാർദ്ധക്യത്തിന്റെ ഹറം, ഏറ്റവും പിന്നെ ദുർബലനായി പോകുന്ന അവസ്ഥ. ഇങ്ങനെ പല രീതിയിൽ മക്കൾ ജീവിതത്തിന്റെ ഘട്ടങ്ങളെ വേർതിരിക്കാറുണ്ട്. അതിലൊരു മനുഷ്യന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറ്റവും അധികം ഉന്മേഷവും ഒരു നശാത്തും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലമാണ് യുവത്വം എന്നുള്ളത്. ആ സമയത്ത് തന്നെയാണ് അവന് ധാരാളം ഇച്ഛകളും അള്ളാഹുവിന്റെ ദീനിൽ തെറ്റാനുള്ള ഇച്ഛകളിലേക്കുള്ള താല്പര്യം ഉണ്ടാവുക. ഇവിടെ ആ സമയത്ത് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം സ്ഥാനം നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊക്കെ എണ്ണിയതായിട്ട് കാണാൻ സാധിക്കും. ആ സമയത്ത് ഇബാദത്തിൽ മുഴുകിയ ആളുകൾ. അപ്പൊ ആ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ വഅനിൽ മിഹി മാദാ അമില ഫീഹി, ഭാവുമായി ബന്ധപ്പെട്ടത് ഇൽമു കൊണ്ട് എന്ത് അമൽ ചെയ്തു എന്നുള്ളത്. وعن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم قال لا يزول قدم ابن آدم يوم القيامة حتى يسأل عن 5. ഈ റിവായത്തിൽ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. عن عمره فيما أفناه وعن شبابه فيما أبلاه وعن ماله من أين اكتسبه وفيما أنفقه وماذا عمل فيما علم. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അടുത്ത ഹദീസ് وعن لقمان يعني ابن عامر قال كان أبو الدرداء رضي الله عنه يقول, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഇന്നമാ അഖ്ശാ മിൻ റബ്ബി യൗമൽ ഖിയാമ, ഞാൻ പരലോകത്ത് എന്റെ റബ്ബിൽ നിന്ന് ഞാൻ ഭയപ്പെടുന്നു, അയ്യദ്ഉനി അലാ റൂസിൽ ഖലായിക്, എല്ലാ സൃഷ്ടികളുടെയും മുൻപിൽ വെച്ച് എന്നെ വിളിക്കുകയും ഫയഖൂൽ ലി, എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, യാ ഉവൈമർ, ഉവൈമർ എന്ന് പറഞ്ഞാൽ ആമിർ എന്നാണ് അബൂ ദർദാന്റെ ശരിക്കുള്ള പേര്. ഉവൈമർ എന്ന് പറഞ്ഞാൽ തസ്ഗീറാണ്, കുട്ടി ഒരു ചെറുതായി വിളിക്കുന്നതിനാണ് പറയുക അറബി ഭാഷയിൽ. അപ്പോ അദ്ദേഹം പറയാണ്, ഞാൻ ഭയപ്പെടുന്നു, എന്നോട് ചോദിക്കുകയാണ്, യാ ഉവൈമിർ ഫഅഖൂൽ ലബ്ബൈക റബ്ബി, അപ്പൊ ഞാൻ പറയും, അല്ലാഹ് ഞാൻ അതാ ഉത്തരം ചെയ്യുന്നു. ഫയഖൂൽ മാ അമിൽത ഫീമാ അലിംത, നീ എന്താണ് നീ അറിഞ്ഞതുകൊണ്ട് പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാം. ഗൗരവമുള്ള വിഷയമാണ്. അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ഇൽമു എന്ന് പറഞ്ഞാൽ ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ആയുധം പോലെയാണ്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ നമുക്കെതിരായി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത ഹദീസ് വറുവി അൻ അബി ബർസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ലദി യുഅല്ലിമു الناس الخير وينسى نفسه مثل الفتيلة تضيع على الناس وتحرق نفسه. ഇൽമു മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും സ്വന്തത്തിൽ അത് മറക്കുകയും ചെയ്യുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു മെഴുകുതിരിയെ പോലെയാണ്. തുളിയു അലന്നാസ്, അത് മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു? പ്രകാശം നൽകുന്നു, വെളിച്ചം നൽകുന്നു. പക്ഷേ തഹ്രിഖു നഫ്സഹു, അവൻ സ്വന്തത്തിൽ ഉരുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില ആളുകൾ ഉണ്ടാകും, അവർ പഠിച്ചിട്ടുണ്ടാകും, അവരറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒന്നും പകർത്തുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ ആശയത്തിനോട് ഇഖ്ലാസോ സിദ്ഖോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ അവന്റെ നാവിൽ കേൾക്കുന്ന ഇൽമു കൊണ്ട് കേൾക്കുന്ന ആളുകൾ അത് ചിലപ്പോൾ ഖൽബിൽ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതം മാറ്റി ഇഖ്ലാസും സിദ്ഖും അതുപോലെ അതിനനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകളായി മാറും. പക്ഷെ ഇവൻ അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അതിന് ഉപമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മെഴുകുതിരിയെ പോലെ. മെഴുകുതിരി എങ്ങനെയാണ്? അത് കത്തി നമുക്ക് വെളിച്ചം തരും, ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകും. പക്ഷെ അത് ഉരുകി 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 തീർന്ന് കെട്ടുപോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നഊദു ബില്ലാഹ്. ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നമ്മൾ. ആ ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു ഉപമയാണ്. അതുപോലെ തന്നെ വഅൻ ജുൻദുബ് ബിൻ അബ്ദുല്ലാഹ് അൽ അസ്ദി റളിയല്ലാഹു അൻഹു സാഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മസലുൽ ലദി യുഅല്ലിമു الناس الخير وينسى نفسه كمثل السراج يضيء للناس ويحرق نفسه. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിളക്ക് പോലെയാണ്. അത് കത്തിത്തീരുന്നു, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു. അപ്പൊ ജനങ്ങൾക്ക് ഖൈർ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ സ്വന്തത്തെ മറന്നു പോവുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്.
ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും ബഅദി കുല്ലു മുനാഫിഖിൻ അലീമിൽ ലിസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നതിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം കുല്ലു മുനാഫിഖ്, എല്ലാ മുനാഫിഖുകളും അലീമിൽ ലിസാൻ, നാവിന്റെ ഇൽമുള്ള ആളുകൾ. നമ്മൾ ഇന്നലെ പറഞ്ഞു, നാവിന്റെ ഇൽമു പറഞ്ഞാൽ മുനാഫിഖുകളുടെ ഇൽമാണ്. അവര് നാവ് കൊണ്ട് ധാരാളം പറയും, ഇൽമിന്റെ പല മസ്അലകളും ചർച്ച ചെയ്യും, പല കാര്യങ്ങളും സംസാരിക്കാൻ അവർക്ക് ഭയങ്കര കഴിവായിരിക്കും. പക്ഷെ അതിൽ നിന്നൊരു അംശം പോലും അവരുടെ ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാകില്ല, അവരുടെ ജീവിതത്തിൽ അതുണ്ടാകില്ല. ആ ഇൽമനുസരിച്ച് അമല് ചെയ്യാനോ അതിനോട് കാണിക്കേണ്ട ഒരു കൂറു പുലർത്താനോ അവർക്ക് സാധിക്കില്ല. അതാണ് ഇൽമുൽ ലിസാൻ എന്ന് പറയുന്നത്. അതല്ല, അത് ഉപരിക്കാത്ത ഇൽമാണ്. നമുക്ക് വേണ്ടത് ഇൽമുൽ ഖൽബാണ്. ഒരു ഇൽമ് അത് ഖൽബിൽ ഉൾക്കൊണ്ട് അതനുസരിച്ച് അമല് ചെയ്യുന്ന, നഫ്അ ഉണ്ടാകുന്ന, ഉപകാരപ്പെടുന്ന ഇൽമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടിട്ടുള്ള ആളുകളാണ് മുനാഫിഖ് അഥവാ ഇൽമുൽ ലിസാനുള്ള ആളുകൾ. അള്ളാഹു അവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുകയും ഇൽമുൽ ഖൽബുള്ള ആളുകളായി മാറ്റുകയും ചെയ്യട്ടെ. നമുക്ക് നമ്മുടെ ഇൽമനുസരിച്ച് അമല് ചെയ്യാനുള്ള തൗഫീഖും അല്ലാഹു തആല നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.